ഇന്ന് രാവിലെ അടുക്കള ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു. അല്ലെങ്കിൽ പൊതുവെ അമ്മയാണ് അടുക്കളയിലുള്ള എല്ലാ പണിയും ചെയ്യുന്നത്. രാവിലെയും ഉച്ചയ്ക്കൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് വല്ല സഹായിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ, അല്ലാതെ എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. കാരണം അമ്മ പറയാ, "ആ രാവിലെ കിടന്ന് ഉറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ലാന്ന്." ഇന്ന് ഞാൻ പറഞ്ഞു, "എനിക്ക് അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും കഴിക്കാൻ കൊതിയാവുന്നു അമ്മ." പിന്നെ അമ്മയ്ക്ക് എല്ലാ കറികളും ഉണ്ടാക്കാൻ അറിയാം. ഈ കടലക്കറി, ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയെങ്കിലും ഈ വെജിറ്റബിൾ സ്റ്റൂ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, "ശരി, ഞാൻ ചെയ്തോളാം." തലേന്ന് തന്നെ ഗ്രീൻ പീസ് കുതിർക്കാൻ ഇട്ടായിരുന്നേ. അത് ഞാൻ കുക്കറിൽ ഒരു 2 വിസിലടിച്ചു. പിന്നെ കോളിഫ്ലവറും ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ എടുത്തായിരുന്നു. കാരണം കോളിഫ്ലവർ നമ്മൾ ചൂടുവെള്ളത്തിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസ് വേണം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കോളിഫ്ലവറും ഗ്രീൻ പീസും. ഇത്രയും വെജിറ്റബിൾസ് ധാരാളമാണ്. കാരണം ഇത്രയും വെജിറ്റബിൾസ് ചേരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സംഭവം വളരെ എളുപ്പമാണ്. ഒരു കുക്കറിൽ ഈ വെജിറ്റബിൾസ് ഒക്കെ തട്ടിയ ശേഷം 2 തേങ്ങാപ്പാലും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് ഒക്കെ വെന്തിരിക്കും. എന്നിട്ട് അതിൽ 1 തേങ്ങാപ്പാലും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡിയാവും. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെജിറ്റബിൾസ് കഴിക്കാത്തവർക്ക് കുറച്ചുകൂടെ ഈ പേസ്റ്റ് പോലെ രൂപത്തിലാക്കി ഇങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അവർ കഴിക്കും. കാരണം ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിച്ചോളും. അപ്പം എന്തായാലും സംഭവം അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.